ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത അപ്ഡേറ്റ്സ് ആണ്. ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇടയാവണം അണ്ടർപാസിൻ്റെ അവിടെ അപ്രോച്ച് റോഡിൻ്റെ എർത്ത് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. ബ്രിഡ്ജ് സൈറ്റിൽ ഇന്നലെ വൈകുന്നേരം വരെ 2 ഗർഡറാണ് ലോഞ്ച് ചെയ്യുന്നത് പുതിയതായിട്ട്. ഒരുപാട് കാലം കോമയിൽ കിടന്നൊരു സൈറ്റിന് ജീവൻ വെച്ചതിൻ്റെ ചില കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റുകളിലേക്ക് വരാം. അതിനിടയ്ക്ക് പറയാനുള്ളൊരു കാര്യം, പുതിയ ഒരു കമ്പനിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടു. അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് അന്വേഷിച്ചു. അതിന് കേട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇന്നത്തെ അപ്ഡേറ്റ്സ് പറഞ്ഞതിന് ശേഷം അവസാനമായിട്ട് പങ്കുവയ്ക്കാം. ഇന്നലെ വൈകുന്നേരം ഒരു ഉദ്ദേശം 6 മണിക്ക് എടുത്തൊരു വീഡിയോ ആണ്. ആ സമയത്ത് ഞാൻ പോരുമ്പോഴേ 2 ഗർഡറാണ് ലോഞ്ച് ചെയ്തിരുന്നത്. കൂടുതൽ ഗർഡറുകൾ അവർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം പുരോഗമിച്ച് ഇടയാവണം ക്ഷേത്രത്തിൻ്റെ മുൻവശം വരെ എത്തിയിട്ടുണ്ട്. ഇത് ഇടയാവണം അണ്ടർപാസിൻ്റെ സൈറ്റിലെ ഇന്നത്തെ കാഴ്ചകളാണ്. സാമാന്യം നല്ല രീതിയിൽ തന്നെ എർത്ത് വർക്ക്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിഡ്ജ് സൈറ്റിൽ ഇന്ന് 4 ഗർഡറും കൂടി അധികമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6 മണി വരെ 2 എണ്ണം ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് 8 ഗർഡറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഈ കാണുന്ന കാഴ്ചകൾ 7ാമത്തെയും 8ാമത്തെയും ഗർഡർ കാസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും പിയറിനടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാഴ്ചകളാണ്.
7ാമത്തെ ഗർഡർ റെഡിയായി കഴിഞ്ഞ് ഇനി 8ാമത്തെ ഗർഡറും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. 2 ഗർഡറുകൾ ഒരുമിച്ചാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. അതിൻ്റെ കുറച്ച് ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഇന്നിപ്പോൾ 8 ഗർഡറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബാക്കി 12 ഗർഡറാണ് ലോഞ്ച് ചെയ്യാനുള്ളത്. നാളെയോ മറ്റന്നാളോ കൊണ്ട് ഈ പ്രവർത്തികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സ്പീഡിൽ. കുടവൂർക്കോണം ഓവർപാസ് സൈറ്റിന് സമീപം കുറച്ച് എർത്ത് വർക്ക്സ് നടക്കുന്നുണ്ട്. അതും കൂടി കാണാം. അതോടൊപ്പം പറയാനുള്ള കാര്യം പുതിയ കമ്പനിയെക്കുറിച്ചാണ്. പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, പലരും പറഞ്ഞും കേട്ടു. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 1/2 ഈ പ്രോജക്റ്റിൻ്റെ 1/2 വേറൊരു കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേട്ടുകേൾവിയാണ് പങ്കുവയ്ക്കുന്നത്, ആധികാരികമായിട്ട് എവിടെയും പറഞ്ഞ് കേട്ടില്ല. പുതിയ കമ്പനിയുടെ പേര് RKC ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഒരു മഹാരാഷ്ട്ര പൂനെ ബേസ്ഡ് കമ്പനിയാണ്. അവരും RDSും കൂടി ചേർന്നാണ് ഇനി ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. പുതിയ കമ്പനിക്ക് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉള്ളോ അതോ പണികളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും JS വ്ലോഗ്സ് ഇന്ന് ചെയ്ത വീഡിയോയിൽ കല്ലമ്പലത്തിന് സമീപമൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് കാണാം. അപ്പോൾ ആ പുരോഗതി പണികളിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.